ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. വല്ലം ഫെറോന പള്ളിയിൽ വേദപരാംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷങ്ങൾ ഒക്ടോബർ 23 ആരംഭിക്കും. വല്ലം ഫെറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷങ്ങൾ ഒക്ടോബർ 23 മുതൽ 26 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആവിലായിലെ അമ്മ ത്രേസ്യയുടെ നാമത്തിലുള്ള വല്ലം ഫെറോനയുടെ വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇടവർ തിരുനാള്. ആ തിരുനാളിൻ്റെ കൊടികയറ്റമാണ് ഈ വരുന്ന 23-ാം തീയതി വ്യാഴാഴ്ച നടക്കുക. ഈ തിരുനാളിൻ്റെ ആത്മീയ ഒരുക്കമായിട്ടുള്ള ദിവ്യബലിയും ജപമാലയും നൊവേനയും ഈ ഒക്ടോബർ മാസം 13-ാം തീയതി ആരംഭിച്ചു. അത് 22-ാം തീയതിയോടുകൂടി സമാപിക്കുന്നു. 23-ാം തീയതി തിരുനാൾ കൊടി കയറുന്നതോടുകൂടി 4 ദിവസത്തെ തിരുനാളിന് തുടക്കം കുറിക്കുന്നു. 24-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 7 മണിയുടെ കുർബാന കഴിഞ്ഞാൽ ഈ തിരുനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് നെയ്യപ്പമാണ്. ഈ ഇടവയിലെ പല കുടുംബങ്ങളിൽ നിന്നും മാവ് ഒരുക്കിക്കൊണ്ടുവന്ന് ഈ പള്ളിയുടെ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ആ മാവ് കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കി അത് പള്ളിയിൽ ഏൽപ്പിക്കുകയും അതേ ദിവസങ്ങൾ വരുന്നവർക്ക് നേർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്തു. അത് വളരെ ഭവ്യതയോടുകൂടെ അത് ജനങ്ങൾ സ്വീകരിക്കുകയും അത് നേർച്ചയായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് തിരുനാൾ വളരെ പ്രധാനപ്പെട്ടത്. 25-26 ദിവസങ്ങളാണ് പ്രധാന തിരുനാൾ. 23 വ്യാഴാഴ്ച പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നടക്കും. 24 വെള്ളിയാഴ്ച ഓഹരി നെയ്യപ്പൻ ചുടൽ, 25-ന് രാവിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, തുടർന്ന് 9:30 മാർ ആന്റണി കരിയൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നു. 4:30 വിശുദ്ധ കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശവിസ്മയവും നടക്കും. 26 ഞായറാഴ്ച രാവിലെ 10 തിരുനാൾ കുർബാന, ശേഷം അങ്ങാടി പ്രദക്ഷിണം, വൈകിട്ട് 4 ആവിരാസ്പർശം, പള്ളി ചുറ്റി പ്രദക്ഷിണം, രാത്രി 8 മെഗാ ഫ്യൂഷൻ. 8-ാം 1-2 തീയതികളിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിഫിൻ മാവേലി, ജനറൽ കൺവീനർ ആന്റണി ഇടപ്പുളവൻ, ജോയിന്റ് കൺവീനർമാരായ പാപ്പച്ചൻ കാരോട്ടപ്പുറം, ജോണി കാരോട്ടപ്പുറം, കൈക്കാരന്മാരായ സാബു ചുള്ളി, ലിയോ പോൾ അപ്പാടൻ, വൈസ് ചെയർമാൻ ഷീജൻ ഉതുപ്പാൻ, പബ്ലിസിറ്റി കൺവീനർ പിയൂസ് തോമസ് കൊച്ചിലാൻ, മറ്റ് കൺവീനേഴ്സ് എന്നിവർ പങ്കെടുത്തു. ആവിലായിലെ അമ്മ ത്രേസ്യ ഒത്തിരിയേറെ നല്ല ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ വായനാശീലമുണ്ട്. ഈ ഒരു അമ്മയുടെ ആ ഒരു നല്ല ഗുണം കണ്ടുകൊണ്ട് ഒത്തിരിയേറെ അമ്മമാർ കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് ഈ ദേവാലയത്തിൽ കൊണ്ടുവരുമായിരുന്നു. അത് കണ്ടതുകൊണ്ടാണ് തിരുനാളിന് ഇങ്ങനൊരു ചടങ്ങ് ആഘോഷമായിട്ട് ഈ ഒരു എഴുത്തിനിരുത്തൽ പതിവ് തുടക്കം കുറിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് പോകുന്നു. കുട്ടികൾ ഒത്തിരിയേറെ അറിവിൻ്റെ വെളിച്ചം അവർക്ക് ഈ ഒരു എഴുത്തിനിരുത്തലിലൂടെ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടുന്നത്. 400-500ഓളം കുട്ടികൾ ഈ വർഷം തിരുനാളനുബന്ധിച്ച് എഴുത്തിനിരുത്തൽ കൊണ്ടുവരുന്നു. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് ടോക്കൺ കൊടുത്തിട്ടാണ് അത് ചെയ്യുക. അതാണ് ശനിയാഴ്ചത്തെ വളരെ ആഘോഷമായിട്ടുള്ള ഒരു ശുശ്രൂഷ. ശേഷം വൈകുന്നേരം 4:30-ക്കാണ് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും അങ്ങാടി പ്രദർശനവും ആഘോഷമായിട്ട് നടത്തുക. 25-ാം തീയതി തിരുനാൾ ദിനം 10:30-ക്ക് തിരുനാൾ കുർബാനയും തുടർന്ന് ഈ അങ്ങാടി പ്രദർശനവുമുണ്ട്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടി ആവിലാ സ്പർശം എന്ന പേരിൽ. ന്യൂസ് ബ്യൂറോ, കാലടി.